കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസം ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത്തരം സെന്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. PDF ഫയൽസ് വാങ്ങിയുള്ള എല്ലാ സ്റ്റുഡൻസും ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കോൺവെർസേഷൻ മെത്തേഡിലൂടെ വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു ടോപ്പിക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. PDF ഫയൽസ് വാങ്ങുന്നതിന് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ സെന്റൻസ് ഒന്ന് വായിക്കാം. If you didn't want to buy that mobile, you shouldn't have bought it. ഈ ഒരു സെന്റൻസ് ശരിയാണോ തെറ്റാണോ? ഇതാണ് ഫസ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ സെന്റൻസ് ശരിയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഗ്രാമർ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് കണ്ടീഷൻ സെൻസസ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. ഇത് ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇത് കണ്ടീഷൻ സെൻസസ് അല്ല, ഇത് അതിനോട് സാദൃശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടീഷൻ സെൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോൺവെർസേഷൻ മെത്തേഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. കോൺവെർസേഷൻ മെത്തേഡിലൂടെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ടോപ്പിക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു സംഭാഷണം കേൾക്കാം. A-B കോൺവെർസേഷൻ. ഇപ്പം A നമ്മളാണെന്നും B നമ്മുടെ സുഹൃത്താണെന്നും വിചാരിക്കണം. അപ്പം നമ്മൾ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഡിഡ് യു ബൈ എ മൊബൈൽ ലാസ്റ്റ് വീക്ക്? നീ കഴിഞ്ഞ ആഴ്ച ഒരു മൊബൈൽ വാങ്ങിയോ? യെസ് ഐ ഡിഡ്. അപ്പോൾ അവർ മറുപടി പറയുകയാണ്. ഇത് ഷോർട്ട് ഫോം ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് പറയാം. യെസ് ഐ ബോട്ട് എ മൊബൈൽ ലാസ്റ്റ് വീക്ക്. അങ്ങനെയും പറയാം. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, ഡിഡ് യു ഹാവ് ഇനഫ് മണി ടു ബൈ എ ന്യൂ മൊബൈൽ? പുതിയൊരു മൊബൈൽ വാങ്ങിക്കാൻ ആവശ്യത്തിന് പൈസ നിലയിലുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത്. നോ ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. എൻ്റെ ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നില്ല. അവൻ മറുപടി പറഞ്ഞു. എന്നിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ്, ആക്ച്വലി ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബൈ ഇറ്റ് ബട്ട് മൈ ഫ്രണ്ട് കമ്പൽഡ് മീ ടു ബൈ ഇറ്റ്. സത്യത്തിൽ ഞാനത് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ എൻ്റെ സുഹൃത്ത് എന്നെ നിർബന്ധിച്ചു അത് വാങ്ങിക്കാനായിട്ട്. ഇങ്ങനെ അവൻ മറുപടി പറയുകയാണ്. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പറയുകയാണ്, നീ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ നീ അത് വാങ്ങിക്കരുതായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുന്നത്. ഇഫ് യു ഡിഡിൻ വാണ്ട് ടു, ഇവിടെ ഡോണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാഡിൻ്റെ ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഡിഡിൻ്റെ തന്നെ ഉപയോഗിക്കണം. ഇഫ് യു ഡിഡിൻ വാണ്ട് ടു ബൈ ദാറ്റ് മൊബൈൽ യു ഷുഡിൻറ്റ് ഹാവ് ബോട്ട് ഇറ്റ്. ഇങ്ങനെ തന്നെ ഒരു 3 പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു കോൺവെർസേഷൻ മെത്തേഡ് കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ഏതൊക്കെ പാറ്റേണിലാണ് അത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഗ്രാമർ ഐഡിയ ഒക്കെ മനസ്സിലാക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് വെർബൊക്കെ ചേഞ്ച് ചെയ്ത് വേറെയും സെൻറ്റൻസുകളൊക്കെ പറഞ്ഞു നോക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസ്, ഇതിൽ നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി, കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കണം. അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സെൻറ്റൻസുകളൊക്കെ വായിക്കാം. ഡിഡ് യു ബൈ എ മൊബൈൽ ലാസ്റ്റ് വീക്ക്? Did you have enough money to buy a new mobile? I didn't have enough money. Actually, I didn't want to buy it, but my friend compelled me to buy it. If you didn't want to buy that mobile, you shouldn't have bought it. ഈ ഒരു സെന്റൻസ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു 3 സെന്റൻസുകളും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ജീവിതത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. നീ അവളെ വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ നീ അവളെ വിളിക്കരുതായിരുന്നു. ഇഫ് യു ഡിഡ്ന്റ് വാണ്ട് ടു കോൾ ഹർ യു ഷുഡിൻറ്റ് ഹാവ് കോൾഡ് ഹർ. നീ അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ നീ അങ്ങോട്ട് പോകരുതായിരുന്നു. ഇഫ് യു ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ദേർ യു ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദേർ. നീ അത് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ നീ അത് ഉണ്ടാക്കരുതായിരുന്നു. ഇഫ് യു ഡിഡ്ന്റ് വാണ്ട് ടു മേക്ക് ഇറ്റ് യു ഷുഡിൻറ്റ് ഹാവ് മേഡ് ഇറ്റ്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല PDF ഫയൽസ് ഉപയോഗിച്ച് ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കും വേണം. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. PDF ഫയൽസ് വാങ്ങിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത് കേട്ടോ. വെറും 500 രൂപ മാത്രമേ നമുക്ക് ചിലവുള്ളൂ. PDF ഫയൽസ് അല്ലെങ്കിൽ ബുക്സ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. അവർ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. IELTS ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ് ക്ലാസ്സുകൾക്ക് വേണ്ടിയും
ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയും നിങ്ങൾ സെയിം നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടോപ്പിക് ഒരു സിമ്പിൾ ടോപ്പിക് ആയിരിക്കും. എങ്ങനെ നിനക്ക് എന്നെ നാളെ സഹായിക്കാൻ സാധിക്കും? എങ്ങനെ നാളെ നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? അത് നിങ്ങൾ മെസ്സേജായി അയച്ചു തരണം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പുതിയ ചാനലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി PDF ഫയൽസ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.